ഹായ് ഗൈസ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പുതുതായി ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലാണ് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടും ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ എൻ്റെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതിനകത്ത് ജിമെയിൽ എന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ജിമെയിൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴെ തന്നെ വരുന്നുണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഞാൻ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്നാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതിൽ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇത് എന്താണ് പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ യൂസ് ആണോ ബിസിനസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണൽ യൂസ് സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരിലാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് നെയിമായിട്ട് ഞാൻ ടെക് എന്നും ലാസ്റ്റ് നെയിം സപ്പോർട്ട് എന്നും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതായി വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു കോളത്തിൽ കൊടുക്കുക. ശേഷം ജെൻഡർ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് മാനുവലായിട്ട് ഏതാണ് നമ്മുടെ യൂസർ നെയിം വേണ്ടത്, നമുക്ക് ഏത് ജിമെയിൽ അക്കൗണ്ടാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെക് സപ്പോർട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു അക്കൗണ്ട് അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു നെയിം വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഓൾറെഡി ആ ഒരു പേരിലൊരു അക്കൗണ്ട് ഉണ്ടായതുകൊണ്ടായിരിക്കണം നമുക്ക് ആ ഒരു നെയിം കിട്ടാത്തത്. അതുകൊണ്ട് നമ്മുടെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസർ നെയിം ടെക്സ് 7830 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൊടുത്തു, അതിലൊന്നും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ലാസ്റ്റ് ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്തത്. കാരണം ഓൾറെഡി അങ്ങനെ ഒരു ജിമെയിൽ ഉണ്ടായതുകൊണ്ടാവും നമുക്ക് ആ ഒരു ID കിട്ടാത്തത്. ദെൻ നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത് വന്നിട്ടുള്ളതിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കണം. അതിന് ഒരു സ്റ്റാൻഡേർഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതേപോലെ ന്യൂമറിക് നമ്പറും കൂടെ ഉള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിമ്പിളും കൂടെ വേണം, അതാണ് സ്റ്റാൻഡേർഡ് പാസ്വേഡ്. ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു പാസ്വേഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ കൺഫേം പാസ്വേഡ്, സെയിം പാസ്വേഡ് തന്നെ ഒന്ന് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം. നമ്മുടെ ഫോൺ നമ്പർ കൂടെ ഒന്ന് കൊടുക്കാം. ശേഷം നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഞാനവിടെ കോണ്ടാക്ട്സ് കൊടുത്തില്ലേ, ആ കോണ്ടാക്ട്സ് കൊടുത്ത ആ ഒരു ഫോൺ നമ്പറിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP നമ്മൾ ഇവിടെ കൊടുക്കണം. ആ ഒരു OTP ഇവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. OTP വന്നില്ലെങ്കിൽ റീസെൻറ്റ് OTP കൊടുക്കാം. അതേപോലെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിക്കവറി ഇമെയിൽ കൊടുക്കാം. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ മിസ്സാവുക, എന്തെങ്കിലും OTP വരാത്ത കേസാണെങ്കിൽ നമുക്കൊരു റിക്കവറി മെയിൽ കൂടെ ഇവിടെ കൊടുക്കാം. റിക്കവറി മെയിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, സ്കിപ്പ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ റിക്കവറി മെയിലിന് വേണ്ടിയിട്ട് എൻ്റെ മെയിൽ ID ഇവിടെ കൊടുക്കുന്നുണ്ട്.
ശേഷം നെക്സ്റ്റ് കൊടുക്കാം, കൊടുത്തിട്ടില്ലെങ്കിൽ സ്കിപ്പും കൊടുക്കാം. അടുത്തതായി വരുന്നത് നമ്മുടെ ഫോൺ നമ്പർ, റിക്കവറി ഫോൺ നമ്പറായിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രൈവസി ടേംസ് എല്ലാം ഇവിടെ കാണിക്കും. അതൊന്ന് എഗ്രി ചെയ്ത് കൊടുക്കാം. യെസ്, നമുക്കിവിടെ നമ്മുടെ പുതിയ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ജിമെയിലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൽ മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു ജിമെയിൽ ഐ ഡിയുടെ കൂടെ നമുക്ക് 15 GB ഫ്രീ സ്പേസും കൂടെ നമുക്ക് കിട്ടും. ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തരം സ്റ്റെപ്പോട് കൂടി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം.